ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനുവമ്പി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന്. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, അപ്പോൾ ഞാൻ അതൊന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് ഈ ഒരു മാല, അതേപോലെ കമ്മൽ, പിന്നെന്തോ ഈ ഒരു വള, പിന്നെ ഈ ഒരു ഡ്രസ്സും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അതാണ് ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് തന്നെ ചെയ്ത ഗിഫ്റ്റ്. ഈ ഡ്രസ്സ് ശരിക്കും അമ്മ എനിക്ക് എടുത്തു തന്നതാണ്. ബട്ട് ഞാനാണ് ഇതിൻ്റെ മീൻസ് അങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കണം എന്നൊക്കെ ചെയ്തത്. ഇൻഡിവിജ്വലി എനിക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളാണ് ഈ ഒരു ആക്സസറീസൊക്കെ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഡ്രസ്സിന് മാച്ചായ കമ്മൽ, വള അങ്ങനെയൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഏതെങ്കിലും ഇട്ടിട്ട് പോക്കാണ്. സോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാലും വൈകുന്നേരം ഒന്ന് കോട്ടത്ത് പോവാം. മുത്തപ്പൻ കോട്ടമുണ്ട് നമ്മളെ ബാക്കിൽ, അതായത് കുറച്ചങ്ങോട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അപ്പോൾ ഇന്ന് എനിക്ക് കോളേജുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഞാൻ നേരെ എന്തായാലും കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി, ഇനി ബസ് വരാൻ ടൈമായി. ഞാൻ എന്തായാലും നേരെ കോളേജിലേക്ക് പോട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറേ ആൾ മാറിയിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്താ കോളേജിലെത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് പീരീഡ് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് പീരീഡ് അപ്പോൾ നമ്മളിതാ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്യാമറമാൻ വന്നിട്ടില്ല, അതായത് കീർത്തികയാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ അതാ കീർത്തിക വന്നതിന് ശേഷം നമ്മളിതാ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ക്ലാസ് എല്ലാം കഴിഞ്ഞതാ നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇവരെല്ലാം ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഗായ്സ്, ഞാൻ കോളേജിൽ നിന്ന് വന്നു കേട്ടോ. നേരെ അമ്മേൻ്റെ ഷോപ്പിലാണ് വന്നത്. അപ്പം അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാവയിലുള്ളതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റിങ് ആണ് ഇവിടെ. എൻ്റർടൈൻമെൻ്റ് ആണ് വാവയുള്ളതുകൊണ്ട്. ഇനി വാവി ഇപ്പോൾ ഉറങ്ങും. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. അമ്മമ്മ വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഹായ് ഗൈസ്. ഇത് നമ്മളെ സന്തോഷ് ചേട്ടൻ്റെ കൊച്ചുമോളാണ്. അമ്മ വർക്ക് ചെയ്യുന്ന ഷോപ്പിലെ ഓണറെ കൊച്ചുമോളാണ് കേട്ടോ. അപ്പോൾ ഓള് സ്കൂളൊക്കെ കഴിഞ്ഞിട വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോയെന്നല്ലേ? ഹായ് പറഞ്ഞോട്ടെ എല്ലാവരോടും. എടുത്തു എന്തോനത് കത്തുന്നത്, അടിപൊളി തന്നെ. അപ്പോൾ ഗായ്സ്, നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. എന്നിട്ട് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല, ഞാൻ ചാർജൊക്കെ ആക്കി. അപ്പോൾ ഇനി എനിക്ക് ഒന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കോട്ടുണ്ട്. അപ്പോൾ മുത്തപ്പൻ കോട്ടത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ അമ്പിനെ വിളിച്ചപ്പോൾ അമ്മിക്ക് ഇവിടെ എന്തൊക്കെയോ തിരക്കൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ഓള് പറഞ്ഞു ഇനി ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ലേറ്റ് ആവും പോകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനൊരു 6:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ നേരത്തെ പോവും. നല്ല ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും, ഇല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് ഞാൻ പോകട്ടാ. അപ്പോൾ ഇനി അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്മമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ അവിടെ നിന്ന് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ അമ്മമ്മ വന്നു. ആരും വീഴുന്ന പായസം എടുത്തിട്ട് ആ ഗൈസ് അതൊന്ന് തുറന്നാണിച്ചമ്മേ. ഗൈസ്, പായസം റെഡിയായി. ഞാൻ നേരത്തെ തിളക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്ര വട്ടം വിചാരിച്ചില്ല. അമ്മമ്മ തീ പഠിപ്പിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ അമ്മമ്മയുടെ പായസമൊക്കെ കുടിക്കാൻ പോവാണ്. അമ്മമ്മ പായസമാണ് വെച്ചിട്ടുള്ളത്. ചൂട് നല്ല പായസം കേട്ടോ.
ലാസ്റ്റ് ഞാൻ അമ്മീനെ കൂട്ടിയിട്ട് തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായി. അമ്പി പുറത്താണ് നിന്നത്. എന്നിട്ട് ഞാൻ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാപ്പനും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ബർത്ത്ഡേ പ്രമാണിച്ച് സർപ്രൈസ് വിസിറ്റ് അടിച്ച്. അപ്പോൾ നമ്മൾ കേക്ക് ഇവളെന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ വരുന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മമ്മയും പറഞ്ഞു ചിലപ്പോ വരുന്നു. ഇവള് വരുന്നു നമ്മളോട് പറഞ്ഞിട്ടില്ല. സർപ്രൈസ് 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട് വരെ. അല്ലേ? അപ്പോൾ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടില്ല. അവിടെ വരുന്നൊന്നും 2 ദിവസം മുന്നേ പറഞ്ഞത്. ഓ ശരിയാ, സർപ്രൈസ്. നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്നല്ലേ. ഇവര് നേരത്തെ പോകുന്ന കേസ് ഫുഡെല്ലാം ആക്കുന്നുണ്ട്. അതുകൊണ്ട് ലിയ ഇന്ന് എൻ്റെ പേര് നിൽക്കല്ലേ. ലിയ നിൽക്കൂല. നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് അല്ലേ? അല്ലെങ്കിൽ നിൽക്കുന്നില്ല. അവള് ഒരാഴ്ച നിന്ന് അത് മാർക്കായി. അല്ലെങ്കിൽ അവള് പറയാം 5 ദിവസമാണ് 7 ദിവസമാണ് നിന്ന്. ഒരു നാളില്ലാണ്ട് പുതിയ ബാഗ് ചോദിക്കണം, കൊടുക്കണം. നിങ്ങൾ പറയും ഗൈസ്. ഇവര് പോന്ന് ഗൈസ്. ഇവരോട് കുറച്ച് നേരം കൂടി നിൽക്കാൻ പറയും. നിങ്ങൾ പറയുന്നത് ഇവൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മളങ്ങ് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആപ്പന് ബാങ്കിൻ്റെ ഉദ്ഘാടനം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ആപ്പന് പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു സ്പെഷ്യലും ഇല്ല, ഒന്നും ഇല്ലാണ്ടാ. ഫുഡൊക്കെ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു പണിയെടുത്തിട്ടില്ല. ഇവരെല്ലാം എനിക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതാ എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നത്തെയും പോലെ ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയത് ആൻറ്റി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. അത് കാണിക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണ്ടേ. ഇന്നലെ പിന്നെ ഞാൻ വേഗം കടന്നു. എനിക്ക് ഉറക്കം വന്നുകൊണ്ട് ഞാൻ വേഗം കടന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് ആൻറ്റി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് ഈ ഒരു ചിക്കൻ കാരി എന്നൊക്കെ പറയാം. വൈറ്റ് ടോപ്പ്, ഫുൾ വൈറ്റ് ടോപ്പാണ് ആൻറ്റി ഗിഫ്റ്റ് ചെയ്ത ഗിഫ്റ്റ്. ഇത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈൻഡപ്പ് ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.